കഴിക്കേ. ഞാനിനി ഒന്നും പറയുന്നില്ല. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. ഇഷ്ടപ്പെടാത്ത ചെയ്തെങ്കിൽ സോറി പറയല്ല വേണ്ടത്. ചെയ്ത തെറ്റ് തിരുത്തണം. അത് പറ്റോ? ഒരു സോറി, ആ ഒരു വാക്ക് പറഞ്ഞ ബാക്കിയൊക്കെ തീരുമല്ലോ. നന്ദു, ഇവരാരും പുറത്തുനിന്നുള്ളവരല്ല. ഇവരുടെ മുന്നിലൊന്നും മറച്ചു വെക്കാനുമില്ല. അതുകൊണ്ട് നന്ദു പറ, എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ഏയ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാ. എന്താ മക്കളിത്? ആഹാരം കഴിക്കുന്നതിനിടയിൽ ഒന്ന് സംസാരിക്കാൻ പാടില്ലെന്നാ നിങ്ങൾ കഴിച്ചു നിൽക്കേ. ഒരു മിനിറ്റ് ഗൗരി. നന്ദു, തെറ്റ് ചെയ്തത് നന്ദു ആണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്നെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയെന്നാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ വേണമെങ്കിലും എടുത്തോ. വേഗം കഴിച്ചിട്ട് എണീക്കാൻ നോക്ക്. ഇവർക്കൊക്കെ ആഹാരം കഴിച്ചിട്ട് കിടക്കാനുള്ളതാ. ഇവരാഹാരം കഴിക്കുന്നതിനെ കുറിച്ച് നന്ദു വിഷമിക്കണ്ട. എല്ലാവരോടുമായി പറയുക, തനൂജയുടെ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞത് ശരിയെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അച്ഛന്റെ ഭാഗവും ശരിയെന്ന് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എങ്കിൽ പറ, തനൂജയും അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താ? അദ്ദേഹത്തിന്റെ മോളാവളെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ? അതിനെ എന്തുകൊണ്ട് അച്ഛൻ എതിർക്കുന്നില്ല? അവളെന്റെ ആരുമല്ല, ഞാൻ അവളുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊക്കെ വീടിനകത്തിരുന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ. മയക്ക് വെച്ച് പറയണം, അല്ലെങ്കിൽ വീഡിയോ ഇടണം. ചോദിക്ക്, നിന്റെ അച്ഛനോട് പോയി ചോദിക്ക്, അത് പറ്റുമെന്ന്. നന്ദു എന്താ പറഞ്ഞേ? എന്റെ അച്ഛനോട് ചോദിക്കാനോ? എന്നുവെച്ചാ അദ്ദേഹം നന്ദുന്റെ അച്ഛനല്ലെന്നാണോ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു വടിയും എടുത്ത് ഇവരെ മര്യാദ പഠിപ്പിക്കാൻ അടി കൊടുത്താലേ പറ്റൂ. ആ അതെടാ, നല്ല അടിയുടെ കുറവുണ്ട്. നന്ദുമോനെ, നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്ന കാണുമ്പോ ഞങ്ങൾക്ക് സങ്കടം വരിക. നന്ദ, നിങ്ങൾ വേഗം കഴിച്ചെണീക്ക്. ഇങ്ങനെ ഏത് നേരം വഴക്കിടാനാണോ ഉദ്ദേശം? എനിക്കാരോടും വഴക്കില്ല ഗൗരി. ആഹാ, പിന്നെ നീ എന്താ കാണിക്കുന്നേ? അമ്മയോട് പണ്ടേ നിനക്ക് ദേഷ്യമുണ്ട്. അത് തീർക്കാൻ നല്ലൊരു അവസരം വീണ് കിട്ടി. അങ്ങനെയാ അച്ഛന്റെ ഭാഗത്തു നിന്ന് അമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നന്ദു, പറഞ്ഞ് എന്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത്. വ്യക്തിത്വമുള്ള കാര്യങ്ങളാണോ നീ ചെയ്യുന്നേ? ഒരു വ്യക്തിത്വം ഞാനൊന്നും പറയുന്നില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.